എന്തൊക്കെയാ പറഞ്ഞ? അവൻ കള്ളു കുടിക്കുന്നവനാ, അവൻ വീട് കയറി തല്ലുന്നവനാ. ഇത്രയും പറഞ്ഞിട്ട് പറയാ എനിക്കൊന്നും അറിയില്ല. ഇതിൽ കൂടുതൽ എന്താ പറയണ്ടേ? നീ അങ്ങനല്ലേ? എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഈ തൊഴിലുറപ്പ് പണി ഇവിടെ ഉണ്ടോ? തൊഴിലുറപ്പെന്ന് പറഞ്ഞൊരു പണിയില്ലേ? രാവിലെ പോനെ, അതിന് ഒരു ദിവസം പോയാ സ്വർഗത്തിൽ പോകും കേട്ടാ. സുബ്ഹാനല്ലാഹ്, എന്റെ റബ്ബേ, ഒന്ന് കാണണം കേട്ടാ. ഇവർക്ക് ഒരു ജോലി ഇല്ലെന്നേ, ഇത്രയും നിസ്സാരമായ ജോലി. ഇവർക്ക് എപ്പോഴും റെസ്റ്റാ. ഇവർ അമേരിക്കയുടെ പ്രസിഡന്റിനെ കുറിച്ച് വരെ ചർച്ച ചെയ്യും ആ കൂട്ടത്തിൽ. നമ്മുടെ പറമ്പ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ, എന്റെ പറമ്പിലൊക്കെ കളിക്കാൻ ഇപ്പൊ പഞ്ചായത്തിലെങ്ങനെ എഴുതി കൊടുത്തവർ ഇവരങ്ങോട്ട് പടച്ചവൻ അങ്ങോട്ട് ഇരുന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാ. ഇവരൊരു ഗ്യാങ്ങാണ്. കുറച്ചെന്ന് അവിടെ ഒരു റബ്ബറും തോട്ടത്തിൽ ഒരു റബ്ബറിന്റെ കുട്ടി, ഇപ്പുറം തെങ്ങിന്റെ കുട്ടി ഇരുന്നിട്ട്. ഞാൻ കളിയാക്കിയതൊന്നുമല്ല, സത്യമല്ലേ ഞാൻ പറഞ്ഞ. ആ ജോലിക്ക് പോണവർക്കറിയാം അവിടെ ചർച്ച ചെയ്യാത്ത ഒരു വിഷയവും ഇല്ല. എന്നിട്ട് അവസാനം എന്താ, നമ്മൾ എന്തിനാ വല്ലവരുടെ ഇറച്ചി തിന്നുന്നത്? എല്ലാം പറഞ്ഞിട്ടാ പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കേണ്ട പെങ്ങളെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്നു ഞാൻ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഒരു പെണ്ണ് വ്യഭിചരിച്ചെങ്കിൽ അവളുടെ വീട്ടിൽ നിന്ന് പാതിരാത്രി കാമുകനെ വിളിച്ചു കയറ്റി അവളും അള്ളാഹി തമ്മിൽ തീർക്ക്. നീ എന്തിനാ പറയാൻ പോണേ? നീ കേട്ടോടി ആമിന, അവൾ ഒളിച്ചോടി പോയടി. ഇത് പറയേണ്ട കാര്യം നിനക്കെന്താ? കാരണം അതിന്റെ ഒരു ഹദീസ് മനസ്സിലാക്കേണ്ടത്. ഒരു പ്രത്യേകമായിട്ടൊരു ഹദീസ് നിങ്ങൾ പഠിച്ചോ? ഹദീസ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ കരുതുക. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു ഞാനൊരു തെറ്റ് ചെയ്തത്. ഞാൻ പോയിട്ട് കുറെ കാലത്തിന് ശേഷം ഈ നാട്ടിൽ തന്നെ തിരിച്ചു വന്നു. ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ഞാൻ എന്നെ അള്ളാഹിനോട് പശ്ചാത്തപിച്ച് മടങ്ങി. ഞാൻ ഈ നാട്ടിൽ വന്നപ്പോ ഈ നാട്ടിലെ പെണ്ണുങ്ങളും ആണുങ്ങളും പറയാം, ഓൻ പണ്ട് ഇവിടുന്ന് പെണ്ണ് പിടിച്ചവനായിട്ട് അവനെ പിടിച്ചതാ. നിങ്ങൾ എന്നെ പരിഹസിച്ച, എന്നെ നിങ്ങൾ നാണം കെടുത്തിയാൽ നീ മരിക്കുന്നതിന് മുമ്പ് നിന്നെയും ഇതുപോലെ പിടിച്ചിരിക്കും. എഴുതി വെച്ചോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. കള്ളാ കള്ളാ എന്ന് വിളിച്ചിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങിയ ഒരു മനുഷ്യനെ പിന്നെയും നീ കള്ളാന്ന് വിളിച്ച് കളിപ്പിച്ച, നീ കളിയാക്കിയ, നീ ഓർത്തു വെച്ചോ, നിന്നെയും പൊക്കോ ഒരു ദിവസം. താടിയും തലപ്പാക്കം ഉള്ള വാപ്പമാരൊക്കെ കേട്ടോ, ഒരു ദിവസം നിന്നെയും തെങ്ങില് കെട്ടുന്ന ഒരു ദിനം വരും. 4 പേരുടെ മുന്നിൽ നീ ഒരാളെ നാണം കെടുത്തിയ അള്ളാഹു 40 പേരുടെ മുന്നിൽ നിന്നെയും നാണം കെടുത്തും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഓർത്തു വെച്ചോണം. ഇനി മുതൽ ഇനി അവിടെ ഇവിടെ ഇരുന്നിട്ട് തിന്നുന്ന സമയത്ത് ഓർത്തു വെച്ചോണം, നാളെ നിന്നെയും അള്ളാഹു നാണം കെടുത്തും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാളെ പരലോകത്തിലെ 3ാമത്തെ നശിച്ചവർ 2 മുഖമുള്ളവരാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് പേരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. പുറത്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. അതുകൊണ്ട് 2 മുഖം വേണ്ട. കാണുമ്പോഴൊന്ന്, തിരിയുമ്പോഴൊന്ന് വേണ്ട പെങ്ങളെ. ഒറ്റ മുഖമുള്ളവളായി ജീവിക്കൂ. ഇല്ലെങ്കിൽ നിന്റെ നാവ് 2ആയി വലിച്ചു കീറിയിട്ട് നരകത്തിന്റെ തീയുള്ള നാവ് റബ്ബ് നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നാളെ ഖബറിന്റെ അകത്ത് നിന്ന് ഒരു വിഭാഗം ജനങ്ങൾ എഴുന്നേറ്റ് വരികയാ. അവരുടെ നെറ്റിത്തടത്തിൽ മുഴുവനും തുപ്പലുകളാട്. അവരുടെ നെറ്റിത്തടം മുഴുവനും തുപ്പലാട്. പടച്ചവരെ, ഉഹദ് മലയോളം തുപ്പലുകൾ ഈ നെറ്റിത്തടത്തിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് വൃത്തികെട്ടവരെ പോലെ കടന്നു വരുന്ന വിഭാഗമാ. പെങ്ങളെ, എന്തൊരു ദുർഗന്ധമാമോളെ, എന്തൊരു ദുർഗന്ധമാമോളെ. നാളെ പരലോകത്ത് കടന്നു വരുന്ന 4ാമത്തെ വിഭാഗമാ. ഇതുവരെ ഞാൻ 3 പറഞ്ഞു. ഇത് 3 നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടില്ലെങ്കിലും നിന്റെ ഹൃദയത്തിൽ ഒരു കടുകുമണിയുടെ അളവ് പോലും നിനക്ക് അഹങ്കാരമില്ല. ഉസ്താദേ, ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം ഞാൻ പരിപൂർണമായിട്ട് ചെയ്യുന്നവരാ. എനിക്ക് 2 മുഖമില്ല ഉസ്താദ്. ഞാൻ ഏഷണിയും പരദൂഷണവും പറയാത്തവളാ. ഞാൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാ. എങ്കിലും ഈ 3 പാപം നീ ചെയ്യുന്നില്ലെങ്കിൽ
ആദം നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് നിസ്കരിക്കാത്തതിന്റെ പേരിലായിരുന്നില്ല, കരാറ് ലംഘിച്ചതിന്റെ പേരില. യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. വാക്ക് പാലിക്കാത്തതിന്റെ പേരിൽ ആ സ്വർഗത്തിൽ നിന്ന് എന്നെ പുറത്താക്കിയത്. ഇനി ഞാൻ എന്തെങ്കിലും പ്രസംഗിക്കണമെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കില്ലെങ്കിൽ ദുആ ചെയ്യും. എന്ത് വേണം? 1 അരമണിക്കൂർ കൂടെ ഉസ്താദ് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കിക്കും.